ഞങ്ങളൊരു പ്ലാന്റ് ഡെക്കോറേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. കുറെ ആയിട്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നേ. അച്ചോട്ടിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു പ്ലാന്റ് ഡെക്കോറേഷൻ ചെയ്യണമെന്ന്. എന്നിട്ട് ഞങ്ങളൊരു ഷോപ്പിലൊക്കെ പോയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടാവൂലേ? എനിക്ക് വേണ്ടി ഞങ്ങൾ നല്ലൊരു ഫിൽറ്റർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ബ്രാൻഡിന്റെ ആണേ. പിന്നെ പോരാത്തതിന് അതിന് വേണ്ടി ഒരു ലൈറ്റും എടുത്തിട്ടുണ്ട്. ഈ ലൈറ്റിനകത്ത് നമുക്ക് കളറെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളി സ്റ്റോണും കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറെ നാളായിട്ട് ഞങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ. അവസാനം ഇന്നാണ് ഞങ്ങൾക്ക് എല്ലാം സെറ്റ് ആയി കിട്ടിയത്. ഇതിലേക്ക് വേണ്ടിയുള്ള ഡ്രിഫ്റ്റ് വുഡ് എല്ലാം ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ടോ, നല്ല രസമല്ലേ? ഈ ഒരു സോയിലാട്ടോ നമ്മൾ ഇതിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. സാൻഡ് ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് ബ്ലാക്ക് അത് സോയിലും കൂടി പെട്ടിട്ടുണ്ടേ. പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അതിന്റെ സീഡാണ് ഇത്. ഇതിന്റെ അടിയിൽ നമ്മൾ വൈറ്റ് സാൻഡ് ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് സോയിൽ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. സോയിലും കൂടിയിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒരു ഭാഗത്ത് ഇങ്ങനെ പൊടി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് സ്റ്റോൺ വെച്ച് കൊടുക്കാൻ പോകട്ടോ. സ്റ്റോൺ നമുക്കൊന്ന് കുറച്ച് സമയം എടുത്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടപ്പെട്ട രീതിയിൽ വേണമല്ലോ വെച്ച് കൊടുക്കാം. ഞാനേ കുറേ സമയം നോക്കിയിട്ടാട്ടോ ഡ്രിഫ്റ്റ് വുഡ് അതിൽ സെറ്റ് ചെയ്തേ. എനിക്കത് സെറ്റ് ആവുന്നില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് അത് വെക്കുന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. നമുക്ക് നമ്മുടെ അക്വേറിയത്തിൽ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇന്ന് നമ്മൾ കാർപ്പറ്റ് പ്ലാന്റ് മാത്രമേ ഇതിൽ ചെയ്യുന്നുള്ളേ. കാർപ്പറ്റ് പ്ലാന്റിന്റെ വിത്തുകളൊക്കെ ഒന്ന് മുളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഇതിൽ സെറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് നന്നായി നനച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കാർപ്പറ്റ് പ്ലാന്റിന്റെ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഒരു പ്ലാന്റ് ഡെക്കോറേഷൻ ചെയ്യുന്നതിന്റെ എല്ലാ ക്യൂരിയോസിറ്റിയും ടെൻഷനും ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സീഡ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് കറക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൊറിയത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആട്ടോ ഇപ്പൊ ചെയ്തത്. ഇനി വരുന്ന വീഡിയോസിൽ ഇതിന്റെ ഓരോരോ ഗ്രോത്ത് ഒന്നും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സജഷൻ ഒക്കെ നിങ്ങൾ തരണം കേട്ടോ. എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ചെടീന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് നമ്മുടെ അക്വേറിയം ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ അഭിപ്രായങ്ങൾ പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ.